ബി.ജെ.പിയുടെ കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് പുറത്തു വന്നത്. തൃശ്ശൂരിൽ നിന്ന് ഒരു 17 ചാക്കും 25 കോടിയുടെ കണക്കാണ് പുറത്തു വന്നതെങ്കിൽ വട്ടിയൂർക്കാവിൽ വരെ, തലസ്ഥാനത്ത് വട്ടിയൂർക്കാവിൽ വരെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. 12ഉം 15ഉം കോടിയൊക്കെയാണ് ഓരോ മണ്ഡലങ്ങളിലും തട്ടിപ്പ് നടന്നിട്ടുള്ളത്. ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർ മൂക്കിട്ട് ഇക്ഷ ഇണ്ണ എന്ന് വരയ്ക്കേണ്ടി വരും. മറ്റ് പല കാര്യങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ കുറേയധികം വിടുവായിത്തരം പറയുമെങ്കിലും, കുറേയധികം പ്രസ്താവനകൾ നടത്തി ആളുകളുടെ കണ്ണിൽ പൊടിയിടുമെങ്കിലും ഈ സംഭവത്തിൽ കണ്ണിൽ പൊടിയിടാൻ പറ്റുകയില്ല. കാരണം ബി.ജെ.പിക്കാർ തന്നെയാണ്, ബി.ജെ.പിയിലെ ചില നേതാക്കൾ തന്നെയാണ് ഈ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും കഥ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും കഥയല്ല, രേഖകൾ, വൗച്ചറുകൾ, ബാങ്ക് ഡോക്യുമെൻറ്റ്സ്, ശബ്ദരേഖകൾ, ഇതൊക്കെ തന്നെ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി രാജീവ് ചന്ദ്രശേഖർ എന്തായിരിക്കും പറയാൻ പോകുന്നത്? കോർ കമ്മിറ്റിയിലെ അംഗം തന്നെ പൈസ വെട്ടിച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി.ജെ.പി എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ എന്താണ് ചെയ്യുന്നത്? പണക്കൊഴുപ്പ്, പണമുണ്ടാക്കുക. കേന്ദ്ര ബി.ജെ.പി അല്ലെങ്കിൽ കേന്ദ്രത്തെ ബി.ജെ.പി നേതൃത്വം സംസ്ഥാനത്ത് ഇലക്ഷന് വേണ്ടി നൽകിയ പണം കോടിക്കണക്കിന് രൂപ വെട്ടിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഉത്തരം നൽകേണ്ട ബാധ്യസ്ഥത രാജീവ് ചന്ദ്രശേഖറിനുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് അതിന് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ തന്നെ ബി.ജെ.പിക്കുള്ളിൽ ഒരു വലിയ പടനീക്കം ഉണ്ടാകുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തെ ധരിപ്പിച്ചിരുന്നത് പോലെയുള്ള വിജയമോ വോട്ട് ശതമാന വർധനമൊന്നും കേരളത്തിൽ ലഭ്യമായില്ല. 3 സീറ്റ് ലഭിച്ചു. ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും 3 സീറ്റുകളിൽ അവർ വിജയിച്ചു കയറി. അത് ഇടതുമുന്നണിയുടെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇടതുമുന്നണിയുടെ മാത്രം പിടിപ്പുകേടാണ്. കോൺഗ്രസിനെ പഴിചാരിയിട്ട് കാര്യമൊന്നുമില്ല. കോൺഗ്രസ് ഇത്രയും വലിയ മാർജിനിൽ വിജയിച്ച് വരില്ലായിരുന്നല്ലോ. അപ്പോൾ ബി.ജെ.പി 3 സീറ്റിൽ വിജയിച്ചു, വാസ്തവം തന്നെയാണ്. പക്ഷേ ഈ 3 സീറ്റിൽ വിജയിച്ചപ്പോൾ ബാക്കി 137 സീറ്റുകളിലും കൊള്ള നടന്നു, കോടികളുടെ കൊള്ള നടന്നു, കോഴപ്പണ ഇടപാട് നടന്നു എന്ന് വെളിപ്പെടുത്തപ്പെടുന്നത് അല്ലെങ്കിൽ പുറത്തു വരുന്നത് വലിയ ഞെട്ടിക്കുന്ന, നടുക്കം നൽകുന്ന സത്യാവസ്ഥയാണ്. അതിന് ഉത്തരം നൽകേണ്ട ബാധ്യത രാജീവ് ചന്ദ്രശേഖറിനുണ്ട്. വരുന്ന സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും മറ്റ് നിർണായകമായ പാർട്ടി യോഗങ്ങളിലും പാർട്ടി ഫോറങ്ങളിലും ഇത് ചർച്ചയ്ക്ക് വരികയും രാജീവ് ചന്ദ്രശേഖറിനെ പൊളിച്ചെടുക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ലഭ്യമാകുന്ന വിവരം. ഏതായാലും പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന തലത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പണക്കൊഴുപ്പും പണം അടിച്ചുമാറ്റിയതിൻ്റെയും പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജീവ് ചന്ദ്രശേഖർ രാജിവെക്കുന്നതായിരിക്കും നല്ലത്.